ദനഹാ തിരുനാളിന് നമ്മുടെ പാരമ്പര്യമനുസരിച്ച്, സുറിയാനി കത്തോലിക്ക പാരമ്പര്യമനുസരിച്ച് അതിന് 2 പേരുകൾ കൂടിയുണ്ട്. ഒന്നാമതായിട്ട് പിണ്ടികുത്തി തിരുനാൾ എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ രാക്കുളി തിരുനാൾ എന്നും പറയുന്നുണ്ട്. എന്താണ് ഈ പിണ്ടികുത്തി തിരുനാളും എന്താണ് ഈ രാക്കുളി തിരുനാളും ഒക്കെ? നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ദനഹാ തിരുനാളിന് തലേ രാത്രി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വാഴപ്പിണ്ടിയിൽ തിരികൾ കുത്തിക്കൊണ്ട്, തിരുനാളം തെളിച്ചുകൊണ്ട് ആ തിരുനാളത്തിന് ചുറ്റും, ആ വാഴപ്പിണ്ടിക്ക് ചുറ്റും കറങ്ങി നടന്ന് ഏൽ പയ്യ, ദൈവം പ്രകാശമാകുന്നു എന്ന് പ്രഘോഷിക്കുമായിരുന്നു. അങ്ങനെ ഒരു ആചാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ പിണ്ടികുത്തി തിരുനാൾ എന്ന് പറയുന്നുണ്ട്. ആ ആചാരങ്ങളൊക്കെ ഇപ്പോൾ മൺമറഞ്ഞു പോയി. അതൊക്കെ നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുവാനേ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് രാക്കുളി തിരുനാൾ എന്നാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈശോയുടെ മാമോദീസായെ അനുസ്മരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ ജലാശയങ്ങളിൽ പോയി മുങ്ങിക്കുളിച്ചിരുന്നു. ദനഹാ തിരുനാളിൻ്റെ രാത്രിയിൽ അവരെല്ലാവരും പോയി മുങ്ങിക്കുളിച്ചിരുന്നു. ആ ആചാരത്തിനാണ് രാക്കുളി തിരുനാൾ എന്ന് പറയുന്നത്. ഇതെല്ലാം പൗരസ്ത്യ കത്തോലിക്ക സഭയുടെ, നമ്മുടെ സിറോ മലബാർ സഭയുടെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ആചാരങ്ങളാണ്. അതുകൊണ്ട് ഈ ആചാരങ്ങളിലെല്ലാം നമ്മൾ ഈശോയെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുകയാണ്. ദനഹാ തിരുനാളിലൂടെ നമ്മളും ലോകത്തോട് പ്രഘോഷിക്കുകയാണ് ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ രക്ഷിക്കുവാനാണ്. അങ്ങനെ നമ്മളും നമ്മെ കൊണ്ടാവുന്ന രീതിയിൽ ഈശോയ്ക്ക് സാക്ഷി